ഹായ് ഫ്രണ്ട്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോയാണ് കാണിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിൽ തന്നെ ആ വീതി കൂടിയ പട്ട, ഏറ്റവും അടിയിലായിട്ട് വരുന്ന വീതി കൂടിയ പട്ടയാണ് അടയാളപ്പെടുത്തിയത്. 2.5 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ഊക്കുപട്ട അയപ്പട്ട വരുന്ന ഭാഗത്തൊരു ഡോട്ടുണ്ട്. അതിന് വേണ്ടി അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈക്കുഴിയുടെ ഭാഗത്തും അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുണി ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ മടക്കിയിട്ടിട്ട് ഒരു വര, തുണിയുടെ അകവും പുറവും മനസ്സിലാവാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു 1.5 ഇഞ്ചിന് മാറ്റി ഇതുപോലെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ഡോട്ട്, അടിയിലത്തെ ഡോട്ട് വീതി കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണം എടുക്കാം. കപ്പ് എത്രത്തോളം വേണമെന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ വീതി കൂട്ടിയും കുറച്ചും എടുക്കേണ്ടത്. അത് അവരവരുടെ ഇഷ്ടം. 2 പാർട്ടിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈക്കുഴിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തും താഴ്ഭാഗത്തെ വീതിയുള്ള പട്ട നമ്മൾ അടിച്ച് ഇറക്കി ആ ഭാഗവും കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഡോട്ടിൻ്റെ ഒരു ഷേപ്പ് വരും. അതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് താഴ്ഭാഗത്തെ വീതിയുള്ള ഡോട്ടിൽ നിന്നും മുകളിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതുവരെ, കൈക്കുഴിയിൽ നിന്നും അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഡോട്ട് ഫ്രണ്ടിലെ ഊക്കുപട്ട അയപ്പട്ട പറഞ്ഞ ഭാഗത്ത് ഒരു ഡോട്ടുണ്ട്. ആ ഡോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 2.5 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ബ്ലൗസ്. അളവ് ബ്ലൗസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 2.5 3 ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പാർട്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വീതിയുള്ള പട്ടയില്ലേ, അതാണ്. അത് നമുക്ക് 2 പീസ് മാത്രമേ നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടുകയുള്ളൂ. 1 മീറ്റർ തുണിയിൽ 6 പീസും വെട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും തുണിയും കൂടി ചേർത്താണ് അത് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അതുപോലെ ഒരു 4 എണ്ണം കൂടി വേണം. മൊത്തം ഒരു സൈഡിൽ 3 എണ്ണമാണ് വയ്ക്കേണ്ടത്. ഈ രീതിയിൽ 6 എണ്ണം കൂടി വെട്ടിയെടുക്കണം. 4 എണ്ണം കൂടെ വെട്ടിയെടുക്കണം. മൊത്തം 6 പീസ് വേണം. എടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ വരുന്ന 2 പാർട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അടിച്ചെടുത്താൽ നമുക്ക് തിരിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഫ്രണ്ട് പാർട്ട് അടിച്ചത് തിരിച്ച് വീണ്ടും ആ ഫ്രണ്ട് പാർട്ട് തന്നെ എടുത്ത് വെച്ച് അടിക്കണം. അപ്പോൾ തിരിഞ്ഞു പോകില്ല. എന്നിട്ട് ആ ഗ്രേ കളറിലുള്ള പീസിലാണ് ഞാൻ പുറത്തടിക്കുന്നത്. ഇപ്പുറത്തെ നമ്മൾ ആ ബ്ലൗസിൻ്റെ മെയിൻ പാർട്ടിൽ അടിക്കാൻ പാടില്ല. ആ ഗ്രേയിലാണ് ഞാൻ പുറത്തടിച്ചു കൊടുക്കുന്നത്. രണ്ടിലും അങ്ങനെ ചെയ്യണം. ചെയ്തിട്ട് അതിൻ്റെ തയ്യൽ തുമ്പുകളെല്ലാം കൂടി ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അടി കൊടുത്തിരുന്നാൽ അത് മാറിപ്പോവില്ല. പീസുകൾ തമ്മിൽ മാറിപ്പോവാതിരിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കണ്ടല്ലോ, ഫ്രണ്ട് പീസ് ഒന്ന് എഴുതി 2 ഭാഗവും നമ്മൾ ഒരുമിച്ച്, അതാണ് നമ്മൾ ഊക്കുപട്ട അയപ്പട്ടയൊക്കെ വയ്ക്കുന്ന ആ ഭാഗത്തായിട്ട് വരേണ്ടത്. അപ്പുറത്തെ സൈഡിൽ അത് ഇടുപ്പിൽ വരണം. എന്നിട്ട് ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അളവ് ബ്ലൗസ് എടുത്തിട്ട് നോക്കുക. അളവ് ബ്ലൗസിൽ ആ പട്ടയ്ക്ക് എത്ര വീതിയാണുള്ളതെന്ന് നോക്കി അടയാളപ്പെടുത്തിയിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അടയാളപ്പെടുത്തിയിട്ട് ഒരു 1/2 ഇഞ്ചിന് തയ്യൽ തുമ്പും കൂടി, അത് കറക്റ്റായിട്ടുള്ളതാണെന്നും അവിടെയാണ് വന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കറക്റ്റിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഷേപ്പ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ ഇടുപ്പിൻ്റെ സൈഡിലെ ആ മറുവശത്തെ വണ്ണവും കൂടി എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്താലും അതിനേക്കാൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിനൊന്ന് വെട്ടി കറക്റ്റ് ചെയ്തെടുക്കുക. ഈ ബ്ലൗസ് നമുക്ക് ഫ്രണ്ട് പീസുകൾ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അടിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇത് വരണത്. നമ്മളെങ്ങനെയല്ലേ അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ ജോയിൻ്റ് ചെയ്തെടുക്കുക.
ശ്രദ്ധിച്ചതിന് ചെയ്യണം. അതിൻ്റെ ആ പട്ട, ആ വീതിയുള്ള പട്ട ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കണേ. അത് സ്റ്റിച്ചിൽ കയറാൻ പാടില്ല, എങ്കിൽ ബ്ലൗസ് ചെയ്താൽ വരില്ല. അതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. വീഡിയോയിൽ നന്നായിട്ട് കാണാനും പറ്റില്ല എന്ന് തോന്നുന്നു. 2 അടി അടിച്ചെടുക്കണം. ബാലൻസ് ആ സൈഡിൽ കിടക്കുന്ന പീസ് അങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിനെ അങ്ങ് വെട്ടിക്കളയുക. ഇത്ര ആവശ്യമുള്ളൂ, അത് ആവശ്യമില്ല. നന്നായിട്ട് തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കില്ലേ? നോക്കൂ, ഇറക്കമൊന്നോ അളവ് ബ്ലൗസ് നമുക്ക് 14 ഇഞ്ച് ഇറക്കമല്ലേ ഉണ്ടായിരുന്നത്. 14 അരയുണ്ട്. ഇതിന് മുകളിൽ തയ്യൽ തുമ്പിന് 1/2 ഇഞ്ച് വേണമല്ലോ, അതാണ് അന്ന് 1/2 ഇഞ്ച് വന്നത്. 14 അര, 14 നമുക്ക് മതി. ഇത് അയിപ്പട്ട. ഇത് ഈ പീസ് ഏതാണെന്ന് അറിയാമോ? ഇത് നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തില്ലേ ഒരുമിച്ച്, ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കഴുത്ത് വെട്ടിയെടുത്തപ്പോൾ കിട്ടിയതാണ് ആ പീസ്. ഇതാണ് ഞാൻ പറഞ്ഞ, ഒരു ഭാഗം പോലും നമ്മൾ വെട്ടിയെടുക്കുന്നത് കളയാൻ പാടില്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അയിപ്പട്ട അടിക്കാനാണ് ഇപ്പോൾ നമ്മളിത് എടുക്കുന്നത്. ആ പീസ് എടുത്ത് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് പട്ട എവിടെയാണോ വയ്ക്കേണ്ട പീസ്, ആ പീസ് അളവ് ബ്ലൗസ് വെച്ച് നോക്കണം. നോക്കിയതിന് ശേഷം നമ്മൾ വെച്ച ആ എക്സ്ട്രാ പീസിൻ്റെ മുകളിൽ ബ്ലൗസ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. നന്നായിട്ട് തയ്യൽ തുമ്പൊക്കെ എല്ലാം കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് അടിച്ചിട്ട് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വെട്ടിക്കളയുക. വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്ത് വയ്ക്കുന്നത്, അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആണേ. ഒരിങ്ങനെ ആരോ പോലെ ഇരിക്കുന്ന ഒരു സൈസ് ഇല്ലേ, അതാണ് ഞാൻ ഇതിനകത്ത് സാധാരണ ആ ആണ് എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുന്നത്. അത് തയ്ക്കുന്നത് അറിയില്ലെങ്കിൽ അത് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് മുകളിലേക്ക് വെച്ച് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് കറക്കി തിരിച്ച് വീണ്ടും താഴേക്ക് വന്ന് അങ്ങനെയാണ് ഹോളഞ്ഞ് അടിച്ചടിച്ച് പോകുന്നത്. രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലേ, അതുകൊണ്ട് അങ്ങനെ തന്നെ അടിച്ചങ്ങ് പോവുകയാണ് ചെയ്യാറ്. ഇങ്ങനെ മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇനി ഊക്കുപട്ട അടിക്കണം. ഊക്കുപട്ടയ്ക്ക് ഒരു 1 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് എടുത്ത് തുണിയുടെ മുകളിലേക്ക് വയ്ക്കണം. നമ്മുടെ നല്ല ബ്ലൗസ് പീസില്ലേ, ബ്ലൗസ് പീസിൻ്റെ മുകളിലേക്ക് ഒരു 1 ഇഞ്ച് വീതിയുള്ള പീസ് വെച്ചടിച്ചിട്ട് അതിൻ്റെ പുറത്തും കൂടി അടിക്കണം. പുറത്ത് വെച്ചടിച്ച് അകത്തേക്ക് മടക്കി കംപ്ലീറ്റ് അങ്ങ് അകത്തേക്ക് മടക്കി അങ്ങ് അടിക്കണം. ഫുള്ള് അയിപ്പട്ട അടിച്ചതുപോലെ അല്ലേ, ഇത് ഫുള്ള് അങ്ങ് അകത്തേക്ക് അടിയിലേക്ക് മടക്കി അങ്ങ് അടിക്കണേ. ഇങ്ങനെയാണ് ഊക്കുപട്ട അടിക്കുന്നത്. കണ്ടല്ലോ? ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൽ 2 ഡോട്ട് ഉണ്ടല്ലോ, ആ ഡോട്ട് അടിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഡോട്ടിന് വേണ്ടി നമ്മൾ ഒരു 5 ഇഞ്ച് അകലം അടയാളപ്പെടുത്തിയിട്ട് ഡോട്ട് അങ്ങനെ ഇടണം എന്നാണ് ഞാൻ വരച്ച് കാണിച്ചത്. മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡോട്ടിൻ്റെ അകലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പിടിച്ചിട്ട് ഒരു 3-4 ഇഞ്ച് നീളത്തിലൊക്കെ മതി. അതൊക്കെ നമുക്ക് അളവ് ബ്ലൗസ് കാണുമല്ലോ, അളവ് ബ്ലൗസ് വെച്ചിട്ട് അളവ് ബ്ലൗസിൽ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങ് ചെയ്താൽ മതിയാവും. എത്രയും എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഇതുപോലെയൊക്കെ തന്നെയാണ് തയ്ച്ച് കൊടുക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ തയ്യൽ. അതിനല്ല പുറത്ത് വെച്ച് അടിക്കാനുള്ള പട്ട, ബാക്കിൽ ഇടുപ്പ് പട്ടയിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി ഒരു പട്ട ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ? ആ പട്ടയാണ് ഇത്. അതിങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ കയറ്റി വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ സൈഡിങ്ങനെ തൂങ്ങിക്കിടക്കും തയ്യൽ തുമ്പ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും? അതങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സൈഡിങ്ങനെ കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പ്ലീറ്റും കൂടി ഇട്ടിട്ട് അടിച്ചിറക്കണേ. ഇനി അതിൻ്റെ പുറത്തടിക്കണം, പുറത്തുകൂടി ഒരു അടി. നമ്മൾ വച്ചടിച്ച പീസിൻ്റെ പുറത്താണ് അടിക്കേണ്ടത്, ബ്ലൗസ് പീസിലല്ല. എന്നിട്ട് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് കൊടുക്കുക. ഇത്രയാണ് ബാക്ക് പാർട്ടിൽ ഉള്ള ഡോട്ടും അതിൻ്റെ പട്ടയും ഒക്കെ. പിന്നെ അതിന് ബാക്ക് പാർട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അത് കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. 2 ഭാഗത്തിൻ്റെ ഷോൾഡർ തമ്മിൽ നല്ല ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം.
അടുത്ത ഇടുപ്പ് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് കഴുത്ത്, ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കൂടി ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് അളവ് ബ്ലൗസ് വെച്ച് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അളവ് ബ്ലൗസ് അതുപോലെ തന്നെ എൻ്റെ പുറത്തേക്കിട്ട് ഇറക്കാം. ബ്ലൗസിൻ്റെ കഴുത്തിറക്കം കറക്റ്റ് ചെയ്തെടുക്കണം. ഒരു അര ഇഞ്ചോളം കൂടുതലുണ്ട്. അതിൽ തയ്യൽ തുമ്പി ഇട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഈ രീതിക്ക് വേണം അത് ഷേപ്പ് വെട്ടാൻ നേരത്ത് വയ്ക്കാം. ഈ പട്ട ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കത്തക്ക വിധത്തിലാണേ എങ്കിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് ബാക്ക് കഴുത്തും അതുപോലെ അളവ് ബ്ലൗസ് വെച്ച് ഒരുപോലെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് അളവാണോ എന്ന് നോക്കണം. അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടേ കഴുത്ത് വെച്ച് അടിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കറക്റ്റാണ്, കാണാനും പറ്റുന്നില്ല നന്നായിട്ട്. എൻ്റെ മോളാണ് വീഡിയോ പിടിച്ചത്. ഇതൊക്കെ കറക്റ്റായിട്ട് പിടിക്കാനൊന്നും അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് കഴുത്തടിക്കാനുള്ള പട്ട തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതുപോലത്തെ ഒരു വളവുള്ള പീസ്, ക്രോസ് പീസ് കിട്ടുമെങ്കിൽ ക്രോസ് പീസ് ആയാലും മതി. ഇത് ക്രോസ് പോലെ തന്നെ നല്ല വളവ് ഷേപ്പിലുള്ള പീസാണ്. ഇത് വെച്ച് അടിച്ചാൽ കഴുത്ത് നല്ല ഷേപ്പായിട്ടൊക്കെ തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ രീതിയിൽ അടിച്ചെടുക്കുമ്പോൾ ആ വളവെല്ലാം കറക്റ്റ് ഒരുപോലെ തന്നെ എല്ലാ പീസിലും ഒരുപോലെ തന്നെ കിട്ടും. അങ്ങനെ അടിച്ചെടുക്കുക. ഈ രീതിയിൽ ബ്ലൗസിൻ്റെ ഐപ്പട്ടയുടെ പുറത്ത്, ഇപ്പോൾ ഐപ്പട്ടയാണ് നമുക്ക് അടിക്കാൻ വിധത്തിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ അടിച്ച് പീസുകൾ തമ്മിൽ വലിക്കരുത്. ബ്ലൗസിൻ്റെ പീസും വലിക്കരുത്, നമ്മൾ വെച്ച് അടിക്കുന്ന ആ പുറത്ത് വെച്ച് അടിക്കുന്ന പീസും വലിക്കരുത്. വലിച്ചാൽ പൊളഞ്ഞു പോകും. അതുകൊണ്ട് വലിക്കാതെ അടിച്ചിട്ട് ഇതുപോലെ തയ്യലിൽ കൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളും സ്റ്റിച്ചിൽ കൊള്ളരുത്. സ്റ്റിച്ചിൽ കൊണ്ടുപോയത് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ അകത്തേക്ക് മടക്കി, മുഴുവനും അകത്തേക്ക് മടക്കി നമ്മൾ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പ്ലീറ്റ്, ഒരു കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെയൊക്കെ വളവ് വരില്ലേ, ആ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു പ്ലീറ്റ് അത് കാണിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ല വീഡിയോയിൽ. ഇട്ട് കൊടുത്താൽ നമുക്ക് ആ വളവിൻ്റെ അവിടെ വേറെ പ്രശ്നമൊന്നും വരില്ല. വളവ് നന്നായിട്ട് വളഞ്ഞതിന് ഒരു കുഞ്ഞു പ്ലീറ്റ്, കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടെന്ന് അറിയാനേ പറ്റൂ. അത്രയ്ക്ക് കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. വലിയ പ്ലീറ്റൊന്നും വേണ്ട. അത് മടക്കുമ്പോഴത്തേക്ക് നല്ല വളഞ്ഞ് തന്നെ വരും. അത് കഴിഞ്ഞ് ഇടുപ്പ് വണ്ണം നമുക്ക് അടയാളപ്പെടുത്താം. അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് ബാക്ക് പാർട്ടാണ് ഇത്. ബാക്ക് പാർട്ട് മടക്കിയിട്ടിട്ട് ഇതിങ്ങനെ സ്റ്റിച്ചിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഫ്രണ്ട് പാർട്ടും ഫ്രണ്ടിലെ രണ്ട് പാർട്ടിലും അതുപോലെ നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് ഇതിപ്പോൾ ഊക്ക് പട്ടയിലുള്ള പീസല്ലേ ഇരിക്കുന്നത്, അതുപോലെ നമുക്ക് അളവ് ബ്ലൗസിൻ്റെ ഊക്ക് പട്ടയിലെ പീസ് തന്നെ വെച്ച് അടയാളപ്പെടുത്തി ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ മറ്റേ പീസിലും അതുപോലെ ഐപ്പട്ട വരുന്ന പീസില്ലേ അതിൽ തന്നെ അതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് എടുത്ത് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ആ രണ്ട് വരകൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് ഇടുപ്പിൽ നിന്നും അങ്ങ് മുകളിൽ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരുമിച്ച് വെച്ച് അടിക്കണേ. ഒരുമിച്ച് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നോക്കിയാൽ ഇടുപ്പ് വണ്ണം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിപ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് തന്നെ. എന്നിട്ട് നമ്മൾ വണ്ണം മുകളിൽ മുകളറ്റം വരെ അടിച്ചല്ലോ. എന്നിട്ട് വണ്ണം അളന്ന് നോക്കണം. നമ്മൾ അളവ് ബ്ലൗസിനെ കറക്റ്റായിട്ട് വരില്ല. ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചിട്ട് വേണം കൈക്കുഴി കറക്റ്റ് ചെയ്യാൻ. അതാണ് പ്രധാനമായിട്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്. വണ്ണം കൂടുതലായിട്ട് ഇതിപ്പോൾ കൂടുതലായിട്ടുണ്ട്. 46 ഇഞ്ചോ എന്തോ ഉണ്ട്. 43 മതി. 2-3 ഇഞ്ച് കൂടുതലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 1 ഇഞ്ചിനും കൂടി നമുക്ക് ശകലകത്തേക്ക് കയറ്റി അടിച്ച് വണ്ണം കുറച്ചിട്ട് കറക്റ്റ് 43 വച്ചിൽ ആക്കിയിട്ട് കൈക്കുഴി വെട്ടാൻ നോക്കരുത്. എനിക്ക് കുറഞ്ഞു പോകും. ഒരു 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ 43 ആണെങ്കിൽ ഒരു 44 ഇട്ടിട്ട് കൈക്കുഴി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും നോക്കണം വണ്ണം കറക്റ്റ് ആണോ എന്ന് വീണ്ടും നോക്കിയിട്ട് കൈക്കുഴി കളന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൈ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. വണ്ണം ഇപ്പം സൈഡ് ശകലം അടിച്ചിട്ട് 45 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
കൈക്കുഴി ഒന്ന് അളവ് ബ്ലൗസ് വച്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ട് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. അത് അരയിഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് ഒരു റൗണ്ട് ഷേപ്പ്, അറിയാമല്ലോ കൈക്കുഴി വരയ്ക്കുന്ന ഷേപ്പ്. കുറച്ച് ഒരുപാട് ഇറങ്ങിപ്പോവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെട്ടിയെടുക്കാൻ. കുറേശ്ശെ ഇട്ടേ വെട്ടിയെടുക്കാവുള്ളൂ. കുറേ ഇറക്കത്തിനിട്ട് വെട്ടിയെടുത്ത് കൈക്കുഴി കൂടിപ്പോയാൽ പിന്നെ ബ്ലൗസ് ഇടാനേ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെട്ടിയിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് നമുക്കിപ്പോൾ 7.5 വേണ്ടത്. അളന്ന് നോക്കിയിട്ട് 7.5 ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇറക്കി കൊടുക്കുക. ഒരുപാട് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെട്ടണം, അത് ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് വണ്ണം കൂടെ കുറച്ച് ഇട്ടിട്ട് വെട്ടണമെന്ന് പറയണത്. അഥവാ കൈക്കുഴി കൂടിപ്പോയാലും നമുക്ക് വണ്ണം കുറച്ച് അടിക്കുമ്പോഴത്തേക്കും വണ്ണം കുറയുമല്ലോ. എന്നിട്ട് കുറച്ച് കൈക്കുഴി ശകലം കൂടുതലുണ്ടായിരുന്നു ഞാൻ വെട്ടിയെടുത്തപ്പോഴേക്കും. അതുകൊണ്ടാണ് കൈക്കുഴിയിൽ ആ ഭാഗത്തുള്ള സ്റ്റിച്ച് കുറച്ച് ഇച്ചിരി കൂടെ കയറ്റി അടിച്ചെടുത്ത്. അത് അങ്ങനെ അടിച്ചെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കയറ്റി അടിക്കേണ്ട, കുറച്ച് കയറ്റി അടിക്കുമ്പോൾ കൈക്കുഴി കറക്റ്റ് ആവും. അങ്ങനെയൊക്കെ ചെറിയ ട്രിക്കുകളൊക്കെ നമുക്ക് സ്വന്തം ആവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും പറ്റില്ല, ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് തന്നെ ബ്ലൗസ് ഇരിക്കും. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ വ്യത്യാസങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല. അതപ്പോൾ 43.5 കിട്ടിയിട്ടുണ്ട്. ഞാൻ കൈക്കുഴിയും വണ്ണവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്. നിങ്ങൾ അതുപോലെ നോക്കി തന്നെ ചെയ്യണം. കൈക്കുഴിയും വണ്ണവും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യണം. ഇനി കൈ അടിച്ചെടുക്കാം. ആദ്യം വെട്ടുളുമ്പായതുകൊണ്ട് ശകലം കുഞ്ഞായിട്ട് ആദ്യം മടക്കി എടുത്തിട്ട് 2 കൈ ആദ്യം കുളുമ്പ് ശകലച്ച മടക്കി വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി വീതിക്ക് ഒരു മടക്കും കൂടി ബ്ലൗസ് വെച്ച് കൈവണ്ണം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് 7.5 കൈക്കുഴി ആവശ്യമുള്ളത്. മുകളിൽ ബ്ലൗസിൻ്റെ കൈയിറക്കം എത്രയാണെന്ന് നോക്കി അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും 7.5 താഴേക്ക് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് 7.5 അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. 2 കൈയും അതുപോലെ ചെയ്യുക. എന്നിട്ട് കൈര ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസ് വെച്ച് അടിഭാഗത്തെ ഷേപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കണം. അതൊക്കെ അളവ് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. അളവ് ബ്ലൗസിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് അവർ കറക്റ്റായിട്ടുള്ളതായിരിക്കുമല്ലോ നമുക്ക് തരണത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ബ്ലൗസാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ അങ്ങ് നോക്കി ചെയ്താൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും വെട്ടുന്നതാണ്. ഞാൻ ബ്ലൗസിൻ്റെ പീസ് വെട്ടുമ്പോഴല്ല ഞാൻ ഫ്രണ്ടും ബാക്കും വെട്ടുന്നത്, കയ്യിലാണ് വെട്ടുന്നത്. കയ്യിൽ ആ അകത്തുള്ള 2 പീസ് എടുത്ത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ആ വെട്ടി കുഴിച്ചെടുത്ത ഭാഗ്യം ഫ്രണ്ട് പീസിൽ തന്നെ വരണം. നമ്മൾ ഫ്രണ്ടിൽ ഡോട്ടൊക്കെ വെച്ചില്ലേ, ആ ഭാഗത്ത് തന്നെ വരത്തക്ക വിധത്തിൽ വേണം കൈ നമുക്ക് പിടിപ്പിക്കാൻ ബ്ലൗസിൽ. അത് ശ്രദ്ധിച്ചോളണം. അത് തിരിഞ്ഞു പോയാൽ ചിലപ്പോൾ ഏതാൻ വരില്ല. അതുകൊണ്ട് ആ കുഴിച്ച് വെട്ടിയ ഭാഗം ബ്ലൗസിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഇട്ടിട്ട് ആ ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിയ ആ ഭാഗം ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ വേണം. അകത്തൂടെ ഇട്ട് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് അടിക്കാനായിട്ട് പിടിക്കാം. ഇങ്ങനെ നമ്മൾ ആ ബ്ലൗസിൻ്റെ മുകൾ ഭാഗത്തൊരു വെട്ട് കൊടുത്തല്ലോ, ആ വെട്ടും ഷോൾഡറും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരണം. അതാണ് കറക്റ്റ്. അങ്ങനെ എന്നാലും മാത്രമേ ഒരു വൃത്തി കാണുള്ളൂ തയ്ച്ചെടുക്കുമ്പോൾ. അങ്ങനെ പിടിച്ച് അടിച്ച് എടുക്കണം. സൂക്ഷിച്ച് കൈ അടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അടിക്കാൻ. അതൊക്കെ പിടിച്ച് വെച്ച് അടിക്കണം. എന്നിട്ട് ഇതുപോലെ ഞാൻ ഇതിങ്ങനെ സ്ട്രെയിറ്റാക്കി അടിച്ചിറക്കിയതാണ്. നിങ്ങൾ അതുപോലെ പൊളിച്ചിട്ട് സ്ട്രെയിറ്റാക്കി അടിച്ചിറങ്ങിയാൽ മതി. ഇതാണ് നമുക്ക് വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സൗകര്യം. ഇതാണ് ബ്ലൗസ് തച്ച് തീർന്നപ്പോഴുള്ള വീഡിയോയാണിത്. നന്നായിട്ട് തന്നെ തച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴയ തുണികളിലൊക്കെ ആദ്യം തയ്ച്ച് ശ്രമിച്ച് നോക്കിയതിന് ശേഷം ഒരുവിധം കറക്റ്റായി എന്ന് തോന്നുമ്പോൾ മാത്രം നല്ല തുണികളിലേക്കൊക്കെ തയ്ക്കുക. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്